ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തമിഴിന്റെ ഒരു അപൂർവ ഗ്രന്ഥം, സാധാരണമായ ഗ്രന്ഥം, നമ്മുടെ സാധാരണ ജീവിതത്തെ മാത്രം സ്വാധീനിക്കുന്ന തിരുക്കുറൾ, അതിന്റെ 12ാമത്തെ കുറവാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ 11 കുറളുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ കൃത്യമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അറിവാണ് മോഹൻദാസ് സാറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇന്ന് 12ാമത്തെ കുറിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാർ. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ഏവർക്കും നമസ്കാരം. തിരുക്കുറൾ തിരുവള്ളുവർ രചിച്ച ഗ്രന്ഥമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ജീവിത ശൈലിയിൽ അദ്ദേഹം സ്വന്തം അനുഭവങ്ങളിൽ കൂടി കണ്ടറിഞ്ഞ സത്യങ്ങളെയാണ് നമുക്ക് കൃതിയായിട്ട് നൽകിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ 11 അധ്യായങ്ങൾ നോക്കി. തിരുക്കുറൾ 3 വിഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ആറാം പൊരുൾ, ഇൻപം എന്നുള്ള എനിക്ക് 133 അധ്യായങ്ങളാണ് ഉള്ളത്. ഓരോ അധ്യായത്തിലും 10 കുറളുകൾ, ഈരടികളാണ് ഉള്ളത്. ആ 10 എണ്ണത്തിലും ആ എടുത്തിരിക്കുന്ന ആ കേവലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധർമ്മം, അല്ലെങ്കിൽ എന്താണ് പ്രദർശിക്കുന്നത്, അതിന് വളരെ മഹത്വപരമായിട്ട് ഏറ്റവും ഉന്നത ശ്രേണിയിൽ വെച്ചാണ് ഇദ്ദേഹം അതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് അലയ്ക്കും തുടക്കം ആകാരം പോലെ ഈ പ്രപഞ്ചത്തിന് തന്നെ തുടക്കം ആദി ഭഗവൻ എന്ന് അദ്ദേഹം പറയുന്നു. അതിന് ജാതിയോ മതമോ ലിംഗമോ രൂപമോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. എല്ലാത്തിനും തുടക്കം ദൈവൻ, ആദി ഭഗവൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ പ്രപഞ്ചം നിലനിൽക്കാൻ പ്രധാനപ്പെട്ടത് മഴ അല്ലെങ്കിൽ വർഷം. അപ്പൊ അതിന്റെ മഹിമയെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ രണ്ടും നിലനിൽക്കണമെങ്കിൽ ധർമ്മം ചെയ്യുന്ന ആള് വേണം. ആ ധർമ്മം നിലനിൽക്കണം എന്ന് പറഞ്ഞു. ഈ മൂന്നിനും വേണ്ടത് ഗൃഹസ്ഥാശ്രമമാണ്, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനാണ് വേണ്ടത്. ഇതെല്ലാ കടമകളും നിറവേറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ മംഗളാചരണം എന്ന രീതിക്ക് 4 അധ്യായങ്ങളിൽ കൂടി അദ്ദേഹം നമുക്കെല്ലാം പകർന്നു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമത്തില് ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആദ്യം ഗൃഹസ്ഥാശ്രമത്തിലെ അദ്ദേഹത്തിന്റെ കടമകൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് കൂടെ തുണയായി നിൽക്കുന്ന സഹധർമ്മിണിയെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതിനുശേഷം അവരുടെ നല്ല ദാമ്പത്യ ജീവിതം കൂടി അവർക്ക് ലഭിക്കുന്ന പുത്ര അല്ലെങ്കിൽ പുത്രി അല്ലെങ്കിൽ മക്കളെ കുറിച്ച് സൽപുത്രതാപം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ വേണ്ടത് ജീവസ്നേഹമാണെന്ന് പറഞ്ഞു. ജീവസ്നേഹം കഴിഞ്ഞിട്ട് അതിഥി പൂജ. ഒരു അതിഥി വീട്ടിൽ വന്നാൽ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം, എങ്ങനെ അവരെ സൽക്കരിക്കണം എന്ന രീതിക്കായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത അധ്യായത്തില് മധുരഭാഷണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അങ്ങനെ മധുരഭാഷണം കഴിഞ്ഞിട്ട് ഒരാൾ നമുക്ക് ചെയ്ത ഉപകാരത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഉപകാര സ്മരണയാണ് പറഞ്ഞത്. അങ്ങനെ 11 അധ്യായങ്ങൾ കൂടി കഴിഞ്ഞിട്ട് അടുത്തത് നിഷ്പക്ഷത കുറിച്ചാണ് പറയുന്നത്. ഒരു മധ്യസ്ഥനായിരിക്കുന്ന ഒരാളുടെ ധർമ്മം എന്തായിരിക്കണം എന്ന് പറയുന്നു. ശത്രുക്കൾ, മിത്രങ്ങൾ, അയൽക്കാർ, ബന്ധുജനം തുടങ്ങിയവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ എന്തുതരം നിലപാടാണ് ഒരാൾ കൈക്കൊള്ളേണ്ടത്? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെയുള്ള നിഷ്പക്ഷതയാണ്
അപരിഷ്ണീയം എന്ന് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കുറൾ ആദ്യത്തെ ഒന്ന് കാണിക്കാം. ഷാബി സാർ. தகுதி என ஒன்று நன்றே പകുതിയാൽ പാർപ്പെട്ട് ഒഴുകപ്പെറിൻ. സാറേ, ഇതിൽ ഈ 12ാമത്തെ അധ്യായം എന്നുള്ളതിന് തമിഴിൽ എങ്ങനെ വായിക്കുന്നത്? നടുവ് നിലമൈ, നടുവ് ന്യൂട്രൽ, നിലമൈ. ഓക്കെ, നടുവ് നിലമൈ. தகுதி என ஒன்று நன்றே പകുതിയാൽ പാർപ്പെട്ട് ഒഴുകപ്പെറിൻ. തകുതി എന്ന് തകുതി എന്ന ഒன்று എന്ന് പറഞ്ഞാല് നിഷ്പക്ഷത എന്ന ഒരു അവസ്ഥ തന്നെയാണ്. നன்று നല്ലത്. പകുതിയാർ ശത്രുക്കൾ, അയലോർ സ്നേഹബന്ധത്തിൽ പെടുന്നവർ, ഇവരോടൊക്കെ പാർപ്പെട്ട് തന്റെ നിലവിടാതെ ഒഴുകപ്പെറിൻ ഇടപെടാൻ കഴിഞ്ഞാൽ, ശത്രുക്കളായിക്കോട്ടെ മിത്രങ്ങളായിക്കോട്ടെ, അവരുടെ ഏത് ഭാവത്തിലാണെങ്കിലും അവനവന്റെ നില വിടാതെ പെരുമാറുന്നതാണ് നിഷ്പക്ഷതയത്ര എന്ന് പറയുന്നത്. നിഷ്പക്ഷത എത്രയും നല്ലത് അയൽക്കാർ, ശത്രു മിത്രാദികളോടും രണ്ടുപേരോടും ഒരേപോലെ ആയിരിക്കണം. അതായത് ആരോടും പ്രത്യേകമായ ചായ്വില്ല, ആരോടും പ്രത്യേകമായ വിരോധവും ഇല്ല, ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ ഭേദമില്ല. ആരോടും ആവശ്യത്തിലധികം അകൽച്ചയും അടുപ്പവുമില്ല. അങ്ങനെയുള്ള നിഷ്പക്ഷതയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കവി വള്ളുവർ പറയുന്നു. സർ, ഇംഗ്ലീഷിൽ പറഞ്ഞു. തകുതി എൻ ഒണ്ടു നன்றേ പകുതിയാൽ പാർപ്പെട്ടൊഴുകപ്പേർ. നിഷ്പക്ഷതയത്രേ നല്ലത് അയൽക്കാരിൽ ശത്രുമിത്രാദികളോടും. Act of mediation is good if there is justice and virtue in it. 112ാമത്തെ കുറള്. ചെപ്പം ഉടയവൻ ആക്കം ചിതവിന്തി എച്ചത്രക്കെ മാപ്പുടയത്ത്. ചെപ്പം ഉടയവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാതെ നിഷ്പക്ഷതായിരിക്കുന്നവന്റെ ആക്കം എന്ന് പറഞ്ഞാൽ മുതൽക്കൂട്ട്, സമ്പത്ത്, ചിതവിന്തി ചിതഞ്ഞു പോകാതെ യാതൊരു അഴിവും കൂടാതെ, എച്ചത്തിർക്ക് സന്തതി പരമ്പരകൾക്ക്, ഏമാപ്പ് തീർച്ചപ്പെട്ടതായിട്ട്, ഉടയത്ത് ഉടമപ്പെട്ടതാകുന്നു. ഒരുവൻ ആർക്കു വേണ്ടിയും പക്ഷം പിടിക്കാതെ തികഞ്ഞ നിഷ്പക്ഷതയോടെ ജീവിതം നയിക്കുമെങ്കിൽ അവന്റെ സമ്പാദ്യങ്ങൾ ഒട്ടും ഛേദം വരാതെ അവന്റെ സന്തതി പരമ്പരകൾ തന്നെ പൂർണ്ണ സൗഭാഗ്യത്തോടെ അനുഭവിക്കാനും അവന്റെ നേട്ടങ്ങളെല്ലാം അവരുടെ ഉടമസ്ഥയിൽ ചേരുന്നതോടൊപ്പം അത് കുറച്ച് അനുചിതമായ ക്ഷേമ ഐശ്വര്യങ്ങളും നൽകും. അവൻ നിഷ്പക്ഷായിരിക്കുന്ന ആളിന്റെ സമ്പാദ്യം അതേപടി പിന്മുറ കിട്ടണമെങ്കിൽ അയാൾ ആരോടും പക്ഷപരമായി പെരുമാറാതെ നിഷ്പക്ഷതയോട് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ സമ്പത്തുകൾ നശിച്ചു പോകും എന്നുള്ള ഒരു സൂചന കവി നൽകും. ചെപ്പം ഉടയവൻ ആക്കം ചിതൈവിന്റെ എച്ചതിർക്ക് ഏമാപ്പം ഉടയത്. നിഷ്കളങ്കനായവന്റെ സമ്പാദ്യമൊക്കെയും ഐശ്വര്യം പിന്മുറക്കാർക്കെയും. Mediator's birth and fame is not only beneficial to himself, it goes to progeny too. 113 நன்றே தரினும் நடுவிகந்தாம் ஆக்கத்தை அன்றே ஒழிய விடல்.
നன்றേ തരിനും നന്മയെ തന്നെ നൽകുന്നതായിരുന്നാൽ പോലും നടുവികന്താം നിഷ്പക്ഷത കൈവിടിഞ്ഞിട്ട് ആം ഉണ്ടാകുന്ന ആക്കത്തെ സ്വത്തിനെ അன்றേ അപ്പോൾ തന്നെ ഒഴിയവിടൽ കൈവിടൽ അവശ്യം. അതായത് നമുക്ക് നന്മ, ആ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്ക് നന്മ ലഭിക്കുമെന്നുള്ള സാഹചര്യം ആണെങ്കിൽ പോലും അത് കൈവിടുന്നതാണ് നല്ലത്. നന്മയെ തന്നെ നൽകുന്നതായിരുന്നാൽ പോലും നിഷ്പക്ഷത കൈവിടിഞ്ഞിട്ട് ആ സമ്പാദ്യം നമുക്ക് വേണ്ട. നിഷ്പക്ഷതയിലൂടെ തികച്ചും ധാർമ്മികമായിട്ടില്ലാതെ കൈവരുന്ന സമ്പത്ത് തൽക്കാലം നന്മ ചെയ്യുന്നതായി തോന്നുമെങ്കിലും പിന്നീട് അത് ദുഃഖകരമായി തീരുകയുള്ളൂ. അത്തരത്തിലുള്ള സമ്പത്തിനെ അപ്പോൾ തന്നെ കൈയൊഴിച്ചേക്കുകയാണ് വേണ്ടത്. നன்றേ തരിനും നടുവികന്താം ആക്കത്തെ അன்றേ ഒഴികെ വിടൽ. നന്മയെ ചെയ്കിലും നിലതെറ്റി നേടും സ്വത്ത് അന്നേ കൈയൊഴിയാണ്. ദോ യൂസ്ഫുൾ, profit from the partiality should be abandoned soon. തക്കാർ തകവിലർ என்பது അവരവർ എച്ചത്താർ കാണപ്പെടും. ഈ എന്നുള്ള വാക്ക് പറയുന്നത് നമ്മുടെ പിൻതലമുറയാണ്. നമ്മുടെ പിറകെ വരുന്ന എന്നുള്ള മീനിങ്. അത് മൂന്നാലെടുത്ത ആ വാക്ക് വരുന്നത് എച്ചത്താർ എന്നുള്ളത് പറയുന്നുണ്ട്. തക്കാർ നിഷ്പക്ഷരാണ്. തകവില്ലർ പക്ഷം പിടിച്ച് പറയുന്നവരാണ് എന്നുള്ള വ്യത്യാസത്തെ അവരവർ ഓരോരുത്തരുടെ എച്ചത്താർ പിൻതലമുറയുടെ സന്താനങ്ങളുടെ നന്മ കൊണ്ടോ തിന്മ കൊണ്ടോ കാണപ്പെടും, പ്രകടനമായി കാണാവുന്നതാണ്. നിഷ്പക്ഷർ അല്ലാത്തവർ എന്നുള്ള ഭേദത്തെ സ്പഷ്ടമാക്കും പിൻമുറക്കാർ. ഒരാൾ നിഷ്പക്ഷനായാണോ ജീവിക്കുന്നത് അല്ലയോ എന്ന് സത്യം അയാളുടെ സന്തതികളെ കണ്ടാൽ അറിയാവുന്നതേയുള്ളൂ. ധർമ്മഷ്ഠനായ ഒരാളുടെ മക്കൾ തീർച്ചയായും നല്ലവരായിരിക്കും, അല്ലെങ്കിൽ മറിച്ചു. ഇവിടെ ഗൃഹസ്ഥാശ്രമങ്ങളില്ലാത്ത ഋഷീശ്വരന്മാരുടെയും മഹത്തുക്കളുടെയും നിഷ്പക്ഷതയെക്കുറിച്ച് കൂടി പരാമർശിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം പൂർണ്ണമായതിനു ശേഷം അവശേഷിക്കുന്ന മഹത്വവും സൽപ്പേരും പ്രശസ്തിയുമെല്ലാം സന്താനങ്ങളുടെ സ്ഥാനത്ത് പരിഗണിക്കാം. തക്കാർ തകവിലർ என்பது അവരവർ എച്ചത്താർ കാണപ്പെടും. നിഷ്പക്ഷർ അല്ലാത്തോർ എന്നുള്ള ഭേദത്തെ സ്പഷ്ടമാക്കും പിൻതലമുറക്കാർ. പിൻതലമുറക്കാരെ നോക്കിയാൽ അറിയാം നിഷ്പക്ഷതയുള്ളവരാണോ അല്ലാത്തവരാണോ എന്ന്. ദോ own kids will be known whether you are just or lopsided. കേടും പെരുക്കമും ഇല്ലല്ല നെഞ്ചത്ത് കോടാമൈ സാன்றോർക്ക് അണി. ഒരാൾക്ക് ആഭരണമായിട്ട് അല്ലെങ്കിൽ വളരെ ഭൂഷണമായിട്ട് എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് കവി പറയുന്നു. കേടും അധർമ്മ പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന അഴിവും പെരുക്കമും സത്കർമ്മങ്ങളാൽ ഉണ്ടാകുന്ന ഉയർച്ചയും ഇല്ലല്ല ആർക്കും ഇല്ലാത്തതൊന്നുമല്ല. നെഞ്ചത്ത് കോടാമൈ മനസ്സിന്റെ അവസ്ഥ പക്ഷത്തേക്ക് ചായാതെ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് സാன்றോർക്ക് ജ്ഞാനികളായിട്ടുള്ളവർക്ക് അണി
എന്ന് പറഞ്ഞാൽ ഭൂഷണം അല്ലെങ്കിൽ ആവരണം. അധപതനവും ഉയർച്ചയുമെല്ലാം സ്വാഭാവികമാണ് ആരുടെ ജീവിതത്തിൽ. മുൻ കർമ്മങ്ങളുടെ ഫലം തന്നെയാണ് അവ. നിഷ്പക്ഷത ശീലിച്ചാൽ തുടർന്ന് വരാനിരിക്കുന്ന അധപതനങ്ങളിൽ നിന്നെങ്കിലും ഒഴിവാകും. ജ്ഞാനികളായിട്ടുള്ളവർ എപ്പോഴും ഈ നിഷ്പക്ഷത കൈക്കൊള്ളുന്നത് അവർക്ക് ഭൂഷണം തന്നെ. കേടും പെരുക്കമും ഇല്ലല്ല നെഞ്ചത്ത്, കോടാമയിൽ ചാൻഡോർക്ക് അണി. അധപ്പതനവും അഭിവൃദ്ധിയും ജീവിതത്തിൽ ഇല്ലാതിരിക്കത്തില്ല. മനസ്സിന്റെ പിഴയ്ക്കാത്ത മധ്യവർത്തിത്വമാണ് മാന്യർക്ക് ആഭരണം. Decline and progress is akin to life. Infallible middle path. Mind is ornament to the gentle. ഖുറൽ 116. തൻ നെഞ്ചം നടുവ് ഒരി അല്ല ചെയ്യും യാൻ കെടുവൽ എൺപത് അറിയ. തൻ നെഞ്ചം ഒരുവൻ സ്വന്തം മനസ്സ്, നടുവ് നിഷ്പക്ഷതയിൽ നിന്ന് ഒരി വ്യതിചലിച്ച് അല്ല പക്ഷഭേദത്തോടെ ചെയ്യൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ നിനച്ചു തുടങ്ങുകയാണെങ്കിൽ പോലും ഞാൻ ഇതാ നശിക്കാൻ തുടങ്ങുന്നു, കെടുവൽ നശിക്കാൻ തുടങ്ങുന്നു എൺപത് അറിയാൻ എന്നതുകൂടി അറിയണം. ഒരാള് തൻ്റെ മനസ്സിന് മനസാക്ഷിക്ക് എതിരായിട്ട് ഒരു ചിന്തയിൽ പോലും മനസ്സിലുണ്ടായി നിഷ്പക്ഷതയിൽ നിന്ന് മാറുകയാണെങ്കിൽ സ്വയം വിചാരിച്ചു കൊള്ളുക അദ്ദേഹം നാശത്തിലേക്കാണ് ചെല്ലുന്നത് എന്ന് കവി പറയുന്നുണ്ട്. അങ്ങനെ നിഷ്പക്ഷയിൽ നിൽക്കേണ്ട ഒരാള് ഒരു കാരണവശാലും ഒരു ചാഞ്ചാട്ടവും കൂടാതെ വേണം അതിന്റെ തീർപ്പ് നൽകേണ്ടത്. അങ്ങനെ മനസ്സിൽ പോലും അല്പം വ്യതിചലിച്ചാൽ അത് അദ്ദേഹത്തിന്റെ നാശത്തിലേക്കാണ് വഴിതെളിക്കുന്നത് എന്ന് കവി പറയുന്നു. മനസ്സിൽ വിചാരിച്ചാലും ചെയ്ത വരം തന്നെ. അത് അയാളുടെ വിധി പറയണമെന്നില്ല, പക്ഷെ ആ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാൽ പോലും ഒരുവൻ എപ്പോൾ തൻ്റെ മനസ്സിൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് അക്ഷഭേദ ചിന്തയോടെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ തന്നെ തൻ്റെ അധപതനം ഇതാ തുടങ്ങുകയായി എന്നുകൂടി അറിയണം. കെടുവൽ യാൻ என்பதறிய തൻ നെഞ്ചം നടുവൊരി അല്ല. പതനം തുടങ്ങിയപ്പോ എന്നോർക്കെ തൻ നെഞ്ചിൽ നടുനില തെറ്റാൻ നനച്ചാൽ. തൻ നെഞ്ചം നടുവ് ഒരി അല്ല ചെയ്യാൻ കെടുവൽ എൺപത് അറിയുക. എന്റെ മനസ്സ് പറഞ്ഞോളൂ. മധ്യസ്ഥ കർമ്മത്തിൽ നിഷ്പക്ഷനല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വന്തം നാശത്തിനാണെന്ന് ഓർക്കുക. If one mind is not impartial in mediation, beware, it is self-destructive. ഖുറാൻ 117. உலகம் நடுவாக நன்றி கண் தங்கியான் താഴു വയ്യ. ഉലകം എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനികൾ എന്നാണ് പറയുന്നത്. ഉലകം നടുവാക ജ്ഞാനികൾ നിഷ്പക്ഷതയോടെ, നന്റി കൺ ധർമ്മ നിഷ്ഠയിൽ,
തങ്കിയാൻ ഉറച്ചു നിൽക്കുന്നവന്റെ താഴ്വ് ദാരിദ്ര്യം കെടുവാക ഒരു പതനമായി വയ്യ കണക്കാക്കുകയില്ല. ജ്ഞാനികൾ നിഷ്പക്ഷതയോടെ ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്നവന്റെ ദാരിദ്ര്യം ഒരു പതനമായി കണക്കാക്കുകയില്ല. ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിന്ന് തികഞ്ഞ നിഷ്പക്ഷതയോടെ ജീവിക്കുന്ന ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അഥവാ ഗതിവശാൽ ഉണ്ടായിപ്പോയി എന്നിരിക്കട്ടെ, അത് വെറും താൽക്കാലികവുമാണ്. അതുകൊണ്ട് അത്തരക്കാർക്ക് ഉണ്ടാകുന്ന ദാരിദ്ര്യം ജ്ഞാനികൾ ദാരിദ്ര്യമായി കാണുന്നേയില്ല. ഉലകം നടുവാക നൻറിക്കൺ തങ്കിയാൻ താഴ്വു വയ്യ. സത്യസന്ധമായി മധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരിതമുണ്ടായാലും ദോഷം കാരണമാണ് എന്ന് ആളുകൾ ഒരിക്കലും പഴിക്കുകയില്ല. People won't blame on one who mediated honestly. രമേശ് നായർ സാർ പറയുന്നത്, കെടുതിയായി കാണുക ഇല്ല അറിവുള്ളോർ നിഷ്പക്ഷ നില വിടാത്തോന്റെ ദാരിദ്ര്യം. കെടുതിയായി കാണുകയില്ലോ അറിവുള്ളോർ നിഷ്പക്ഷ നില വിടാത്തോന്റെ ദാരിദ്ര്യം. ഖുറാൻ 118. ചമൻ ചെയ്ത് சீர்தூக்கும் கோல் போல் அமைந்தொரு பால் கோடாமை சான்றோர்க்கு அணி. ചമൻ ചെയ്ത് സീർതൂക്കും. ഒരു കർത്തവ്യത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സ്വയം സമത്വം പാലിച്ച് സീർതൂക്കും. പിന്നീട് തന്നിൽ അർപ്പിക്കപ്പെട്ട ഭാരത്തെ തൂക്കി നോക്കി സത്യത്തിൽ നിൽക്കുന്ന കോൽ പോൽ, തുലാസിന്റെ കോല് പോലെ, സൂചി പോലെ അമൈന്ത് സ്ഥിതി ചെയ്ത ഒരുപാൽ ബോധപൂർവം ഒരു ഭാഗത്തേക്ക് കോറാമൈ ചായാതിരിക്കുക എന്നത് ചാന്തോർക്ക് അണി, ജ്ഞാനികളായിട്ടുള്ളവർക്ക് അലങ്കാരമാകുന്നു. ചമം ചെയ്ത്, ചമം എന്ന് പറയുന്നത് സമമായിട്ട്, ചമം എന്നുള്ളതാണ്. അതായത് ഇടതും വലതും ഒരേപോലെ, തുലാസിന്റെ ആ സൂചി മുന എങ്ങനെ മധ്യസ്ഥാനത്ത് നിൽക്കുന്നു അതേപോലെ ചമൻ ചെയ്ത് സീർത്തോക്കും. അങ്ങനെ രണ്ടു വശത്തും ആലോചിച്ച് എടുക്കുന്ന ഒരു തീർപ്പ്. എപ്പോഴും തുല്യമായ സത്യാവസ്ഥയിൽ ഒരു തുലാസിന്റെ സൂചകക്കോല് പോലെ തനിക്ക് നേരിടാനുള്ള സന്ദർഭ വിശേഷങ്ങളോട് തികഞ്ഞ നിഷ്പക്ഷത പാലിക്കുക. പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ കണ്ടറിയുക. ജോർജ് സാറേ പറയാവോ? അൺമ്യൂട്ട് ചെയ്തോ? തുല്യമായി തൂക്കുന്ന തുലാസ്, അതായത് ത്രാസ് പോലെ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ഒരു മധ്യസ്ഥൻ നിർവഹിക്കണം. അതാണ് ഒരു മാന്യനായ മനുഷ്യന്റെ ലക്ഷണമായും പറയാവുന്നത്. നീതിപീഠങ്ങളും അതുപോലെ തന്നെ മനുഷ്യന് നീതി ലഭിക്കാൻ വേണ്ടി സമീപിക്കുന്ന ഇടങ്ങളും അത്തരത്തിൽ മാന്യമായി കൃത്യമായി ഒരു തുലാസ് പോലെ പ്രവർത്തിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ആ വ്യക്തി മാന്യമാകുന്നത്, സമൂഹത്തിന് ഗുണം ചെയ്യുന്നത്. Trademark of the great is impeccable
mediation, like weighing machine measuring by balancing the needle upright. മോഹൻ സാർ, സൗണ്ട് വരുന്നില്ല സർ. കേൾക്കുന്നില്ല. എന്താ പറ്റിയില്ല? മ്യൂട്ടായി പോയോ? മ്യൂട്ടല്ല. ഖുറാൻ 119. ചെപ്പം ചൊൽ കോട്ടമില്ലത്. സൗണ്ട് ബ്രേക്ക് വരുന്നുണ്ടല്ലോ സാറേ. കേൾക്കുന്നത് ചാർജ് തീർന്നു വരിക. ചെപ്പം ചൊൽ കോട്ടമില്ലത്, ഉൾക്കോട്ടമിന്മൈ ഒരു തലയാ പെറിൻ. ആദ്യം ഞാൻ ചെപ്പം എന്നുള്ള വാക്കെടുക്കുകയാണ്. നിഷ്പക്ഷത എന്നതാണ് ചെപ്പം. ചൊൽ വാക്കുകളിൽ, കോട്ടമില്ലത് ചാബല്യം ഇല്ലാത്തതാകുന്നു. ഒപ്പം ഉൾ മനസ്സിലും കോട്ടമിന്മൈ ചാഞ്ചല്യമില്ലായ്മ. കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കാം. കേൾക്കാം. അതായത് ഈ പറയുന്ന വാക്കിൽ മാത്രമല്ല കോട്ടം ഇല്ലാതിരിക്കുക എന്ന് പറയേണ്ടത്, മനസ്സിലും അതേ ചാഞ്ചാട്ടം ഇല്ലാതെ കോട്ടം ഇല്ലാതിരിക്കണം എന്നാ പറയുന്നത്. ആ പ്രാസം അങ്ങനെ പറയുന്നത്. ചൊല്ലിലില്ല കോട്ടം, ഉള്ളിലും നിശ്ചയം, അന്നില തന്നെ നിഷ്പക്ഷം. നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒന്നുകൂടി കവി അവിടെ സമർപ്പിക്കുന്നു. നിഷ്പക്ഷത എന്നത് വാക്കുകളിൽ ചാബല്യമില്ലാത്തതാകുന്നു. ഒപ്പം മനസ്സിലും ചാഞ്ചല്യമില്ലായ്മ നിശ്ചയമായും ഉണ്ടായിരിക്കുമെങ്കിൽ നിഷ്പക്ഷത പൂർണ്ണമായി. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളവർക്ക് വേണ്ടി വാദിക്കാതെ നിഷ്പക്ഷമായ ചൊല്ല്, ഒരു ഭാഗത്തേക്കും ചായാത്ത മനസ്സ്, ഉത്തമമായ നിഷ്പക്ഷത അതാണെന്ന് തീർച്ചയാക്കാം. മീഡിയേറ്റർ അല്ലെങ്കിൽ മധ്യസ്ഥൻ നിശ്ചയമായും നിഷ്പക്ഷനായിരിക്കണം. നിഷ്പക്ഷനായിരിക്കുക എന്ന് പറയുന്നത് വാചകം പറയുന്നതിൽ മാത്രമല്ല, ഉള്ളിന്റെ ഉള്ളിലും അങ്ങനെ തന്നെ ആയിരിക്കണം. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, മധ്യസ്ഥനായി എത്തുന്നയാൾ മുൻവിധി കൂടാതെ തന്റെ മുമ്പിലെത്തുന്ന ആളുകൾക്ക് വേണ്ടി നീതി നടപ്പാക്കുന്ന മാന്യനായിരിക്കണം. അതാണ് നിഷ്പക്ഷത. ഓവർ. ഇംഗ്ലീഷ് സാബു സാർ. If mind is not biased, words of judgments won't be stumbled. ഖുറാൻ 120. ഈ നിഷ്പക്ഷതയിൽ പറഞ്ഞു വരുമ്പോ കവി അവസാനമായിട്ട് ഒരു ഇത് പറയുന്നുണ്ട്. നമ്മൾ മറ്റവരുടെ സാമഗ്രികൾ അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ വസ്തുവകകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അവിടെയും ഒരു നിഷ്പക്ഷത വേണം എന്നുള്ളതിനെ ആണ് അദ്ദേഹം പറയുന്നത്. ഈ രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിന്റെ മാത്രമല്ല, അവർ തമ്മിലുള്ള പിന്നെ എന്താ പറഞ്ഞ പോലെ സ്വരച്ചേർച്ച ഇല്ലാമയല്ല, അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ളത് മാത്രമല്ല, മറ്റൊരാളുടെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ധർമ്മത്തിനെ കുറിച്ചും കൂടി കവി പറയുന്നു. വാണികം എന്ന് പറഞ്ഞാൽ വാണിഭമാണ്, ബിസിനസ് എന്നുള്ളതാണ്. വാണികം ചെയ്യുവോർക്ക് വാണികം പേണി
പിറവും തമപോൽ ചെയ്യിൻ. പിറവും തമപോൽ, അന്യരുടെ വസ്തുക്കളെയും തമ്പോൾ തൻ്റേത് പോലെ പേണി ശ്രദ്ധിച്ച് നിഷ്പക്ഷമായി, ആ വാക്ക് അവിടെ വരുന്നത്, തൻ്റെതെന്ന് ഉള്ള രീതിക്ക് എന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, നിഷ്പക്ഷമായി ചെയ്യുന്നു പ്രവർത്തിക്കുന്ന പക്ഷം വാണികം ചെയ്തവർക്ക്, വ്യാപാരം ചെയ്യുന്നവർക്ക് വാണികം അത് ശ്രേഷ്ഠമായ വാണിഭം തന്നെ. അതായത് അന്യന്റെ മുതലും തൻ്റേതുപോലെ കരുതി ശ്രദ്ധയോടെ വ്യാപാരം ചെയ്യുന്ന ആൾക്ക് നിഷ്പക്ഷത കൊണ്ട് ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടാകും. തൻ്റേത് അന്യൻ്റേത് എന്ന ഭേദചിന്ത ഒരു വ്യാപാരിക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നത് അത്രേ വാണിഭധർമ്മം. 120-ാമത്തെ കുറലിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ സമതുലനാവസ്ഥ എന്ന് പറയുന്നത് കേവലം രണ്ടാളുകൾ തമ്മിലുള്ള തർക്കത്തെ തീർക്കുമ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ മാത്രമല്ല, നമുക്കുള്ള വിഭവങ്ങളെ എങ്ങനെയാണോ നാം കരുതുന്നത് അത്രയ്ക്കും പൂജ്യമായി തന്നെ മറ്റുള്ളവരുടേതിനെയും ബഹുമാനത്തോടു കൂടി തന്നെയാണ് കരുതേണ്ടത്. കച്ചവടത്തിലായാലും അല്ലെങ്കിൽ കച്ചവട മനസ്സ് എന്ന് പറയുന്നത് തൻ്റെ നേട്ടം അല്ല, ഉപഭോക്താവിൻ്റെ നന്മ, അവന്റെ അവകാശം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതിന് ഉണ്ട്. ദൈവകൽപ്പനയിൽ പറയുന്ന 10ഉം 9ഉം കൽപ്പനകൾ മോഹത്തെ കുറിച്ച് പറയുന്നു. അന്യന്റെ വസ്തുക്കളെയും അന്യന്റെ ഭാര്യയെയും ഒക്കെ നമ്മൾ കാണേണ്ടുന്ന അകലത്തെയും സൂക്ഷ്മതയെയും കുറിച്ചാണ് വേദപുസ്തകം അവിടെ പറഞ്ഞു വെക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മളുടെ ഈ ഭൗമിക ജീവിതത്തിൽ മറ്റുള്ളവരുടേതെന്നും എന്റേതെന്നും ഭേദം കണ്ട് അവരന് നഷ്ടം വരട്ടെ എനിക്ക് നേട്ടം വരട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. ചുരുക്കത്തിൽ നമ്മൾ പറയാറുണ്ട്, പൊതുമുതലിനോട് ഇന്ന് പലർക്കും ഈ ഒരു ചിന്തയില്ല. സ്വകാര്യ മുതലാളിയെന്നും അല്ലെങ്കിൽ സ്വകാര്യ വക്താവെന്നുമൊക്കെ നമ്മൾ വിളിച്ച് നമ്മുടേതല്ലാത്ത രീതിയിൽ നാശം വരുത്തുന്നതും കാണപ്പെടുന്നുണ്ട്. ഇതിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ 120-ാമത്തേതെന്ന് തോന്നുന്നു. അതുകൊണ്ട് മധ്യസ്ഥനായിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടേതിനെ മാനിക്കാനുള്ളത് ആ ഒരു മനോഭാവം ഉണ്ടാകണമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. വാണിഭം ധർമ്മമാം, തൻ്റേതുപോലെ അന്യ നാണ്യവും കൈകാര്യം ചെയ്തിൽ. ഓവർ. To handle others as own help cautiously is the way of trade for good merchants. Okay, sir. Thank you. നമുക്ക് ഇതിന്റെ കമന്റ്സിലേക്ക് പോകാം. നിഷ്പക്ഷത അല്ലെ, ഇന്ന് പൊതുവെ കുറഞ്ഞ ഒരു സാഹചര്യമാണ് എപ്പോഴും ഉള്ളത്. പാർഷ്യൽ ആയി നിൽക്കാനുള്ള ഒരു സാധ്യത കുറവ്. ഇംപാർഷ്യൽ ആണെങ്കിൽ ആദ്യം പറഞ്ഞ ഒത്തിരി പണത്തിന്റെ സാധ്യതകൾ, പലപ്പോഴും പ്രതാപം, പ്രശസ്തി എല്ലാം കിട്ടും. പക്ഷെ അങ്ങനെ ഉള്ളത് നേട്ടമാണെങ്കിലും എത്രയും പെട്ടെന്ന് അതിനെ ഒഴിവാക്കി കളയണമെന്നാണ് കുറലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ചർച്ചകളിലേക്ക് പോകാം. ജോഷി സാറ് തുടങ്ങി. ഇന്നത്തെ 10 കുറലുകളും നമ്മുടെ ആനുകാലിക പ്രസക്തി അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇന്ന് ആളുകളുടെ ഇടയിൽ ഈ നിഷ്പക്ഷത എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടോ? എല്ലാവരും പക്ഷങ്ങളിലാണ്. നിഷ്പക്ഷരാണെന്ന് പറയുന്നവർ പോലും പക്ഷങ്ങളിലാണ്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്.
രാഷ്ട്രീയപരമായി പക്ഷപാതം. എന്റെ കക്ഷിയിൽപ്പെട്ടയാളെ ഒരു തെറ്റ് ചെയ്താൽ അതിന് ന്യായം കണ്ടുപിടിക്കുക, മറ്റേ കക്ഷിയിൽപ്പെട്ട ആളുകൾ അതേ തെറ്റ് ചെയ്താൽ അത് വലിയ പർവ്വതീകരിച്ച് കാണിക്കുക. ഇവിടെ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും എത്രയോ ആപ്റ്റാണ് ഈ കുറളുമായി ബന്ധപ്പെട്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നീതിപീഠം, ന്യായാസനങ്ങളൊക്കെ അത്ര കണ്ട് നിഷ്പക്ഷമാണോ എന്ന് പലപ്പോഴും പല വിധികളിലൂടെയും നമ്മൾ കാണുകയാണ്. അധികാര സോപാനങ്ങളിൽ ഇരിക്കുന്നവരോട്, സമ്പത്തിന്റെ വലിയ ഉന്നതിയിലൊക്കെ ഇരിക്കുന്ന അധികം പേരും പല വലിയ തെറ്റുകളിൽ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ചില കേസുകളൊക്കെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു. പണമുള്ളവന് കീഴ്ക്കോടതി മുതൽ ഏറ്റവും മുകളിലെ മേൽക്കോടതി വരെയും ഇത്തരത്തിലൊക്കെ ദീർഘകാലം തട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നിഷ്പക്ഷതയുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിക്കും. പല പഴുതുകളുണ്ട്, നിയമത്തിന്റെ പല പഴുതുകളാണ് ഇപ്പോൾ തേടുന്നത്. കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നോ മാതൃകാപരമായ ജീവിതം കൊടുക്കുന്നതിന് സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റണമെന്നോ പലപ്പോഴും തോന്നാത്തപ്പോൾ ഈ കുറളുകളെല്ലാം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ് എന്ന് തോന്നുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞു വയ്ക്കുന്ന സംഗതികൾ, പൊതുമുതലിനോടൊക്കെ ഇന്ന് എത്രയോ നീതിരഹിതമായാണ് പെരുമാറുക. ട്രാൻസ്പോർട്ട് ബസ് തല്ലി തകർക്കുക, പൊതുവായിട്ടുള്ള ഇടങ്ങളും മറ്റുമൊക്കെ സംരക്ഷിക്കാതിരിക്കുക, നശിപ്പിക്കുക, ജോലി ചെയ്യുന്ന ആളുകൾ സ്ഥാപനങ്ങളിലെ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ നശിപ്പിക്കുക, നഷ്ടപ്പെടുത്തുക, അതിനോട് നീതി പുലർത്താതിരിക്കുക, സമരം, ഹർത്താൽ, ബന്ദ് പോലെയുള്ള ഇടങ്ങളിലൊക്കെ കാട്ടുന്ന അതെല്ലാം ഏറ്റവും അവസാനം പറഞ്ഞ കുറളുമായി നമുക്കൊക്കെ ബന്ധിപ്പിച്ച് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ പൊതുവിൽ പറയുമ്പോൾ നിത്യ ജീവിതത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും പരിശുദ്ധിയെക്കുറിച്ചാണ്, ഭൗതിക പരിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു വയ്ക്കുക. അതിന് സാധിക്കട്ടെ. ചുറ്റുപാടുള്ള മനുഷ്യർക്ക് വേണ്ടി നീതി നടപ്പാക്കാനും ആളും തരവും നോക്കി, മുഖം നോക്കി, കീശയുടെ വലിപ്പം നോക്കി, മടിയുടെ വലിപ്പം നോക്കി ഒക്കെ പറയുന്ന വർത്തമാനങ്ങൾക്കും വിരാമമിടണം എന്നുകൂടിയാണ് ഈ കുറളുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വർത്തമാനകാലത്തിലും 2000 കൊല്ലം മുമ്പ് എഴുതിയ ആ കാലഘട്ടത്തിലും ഇനിയും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഒരുപോലെ പ്രസക്തമായ ഈ കുറളുകൾ അവതരിപ്പിച്ച മോഹൻ സാറിന് പ്രത്യേകം നന്ദി, പ്ലാറ്റ്ഫോമിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആരാ പറയുന്നത്? അനിൽകുമാർ സാർ, കേൾക്കാമോ? ഓക്കെ, ആർക്കെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. വളരെ സിമ്പിളായിട്ട് ഡെയിലി ലൈഫിന്റെ തലത്തിൽ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി തരാൻ നമ്മള് തിരുക്കുറൾ എന്ന് കേൾക്കുമ്പോൾ സ്വല്പമൊക്കെ കൺഫ്യൂസ്ഡ് ആവുമെന്ന് വിചാരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറി. എത്ര സിമ്പിളായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മലയാളവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തമിഴിലാണ് പറയുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വാക്കുകളും ഈ സാഹചര്യങ്ങളും ഈ അനുഭവങ്ങളും ഒന്നും നമുക്ക് അന്യമല്ല. എല്ലാം നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതുപോലെ 133 സാർ 133 കുരളുകളാണുള്ളത്. ഓക്കെ, വേറെ ആർക്കും ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച എന്താണെന്ന് കൂടെ പറയൂ സാർ. എന്താ സാർ അടുത്ത ആഴ്ചത്തേക്ക്? അടുത്തത് അധികാരം 13, അടക്കമുടൈമൈ, അതായത് സംയമനം, വിനയം, ഒരു ബന്ധം. ശരീരവും മനസ്സും
വാക്കും തിന്മയുടെ മാർഗത്തോടെ സംയമനത്തോടെ ധാർമ്മിക ജീവിതം നയിക്കുന്നതിന്റെ മേന്മ ഈ അധികാരത്തിൽ എടുത്തു പറയുന്നു. അന്യരിൽ കുറ്റം കാണുന്ന അതേ രീതിയിൽ തന്നിലെ കുറ്റങ്ങളും കുറവുകളും തിരുത്തുവാനും ഈ സംയമനശീലം പ്രേരിപ്പിക്കും. സംയമത അല്ലെ? അതെ അതെ, സംയമനം പാലിക്കുക. നിഷ്പക്ഷതയുടെ മറ്റൊരു ഭാഗമാണ് എന്ന് ചിന്തിക്കുക അല്ലെ? കൂടുതൽ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ദിവസം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് 1330 ഉരുളുകളാണുള്ളത്. നമ്മൾ വെറും 12 എണ്ണമേ കഴിഞ്ഞത്. വളരെ ദീർഘമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള വലിയൊരു അവസരമാണ്. അപ്പൊ അന്ന് മോഹൻദാസ് സാറിലൂടെ നമുക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു നിയോഗമാണ്. അപ്പൊ അത് നൽകാൻ മോഹൻദാസ് സാറിന് സാധിച്ചതിലും വളരെ സന്തോഷം. കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല അനുഭവം കിട്ടി. സോ ഓക്കെ, താങ്ക് യു സാർ. മോഹൻദാസ് സാർ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. നാളെ നമുക്ക് ഒരു സ്പെഷ്യൽ വിഷയമാണ്, ഒരു ടെക്നോളജി ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ സോളാർ അതുപോലെ വിൻഡ് എനർജിയുടെ ഒക്കെ റിസോഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത് കേണൽ വൈസ് അഡ്മിറൽ കണ്ടൻസർ ആണ് എടുക്കുന്നത് നാളത്തെ ദിവസം. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു.